ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടല്ല, ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു. അപ്പം ഇപ്പോൾ ഒരു പുതിയതായിട്ട് ചെയ്യുന്ന പോലെയോ എന്തൊക്കെയോ ഒരു ഫീലുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് അത്ര പറയാനും അറിയത്തില്ല, പക്ഷെ നോക്കാം. ഇടി വെട്ടുന്നതല്ല, പടക്കം പൊട്ടുന്നതാണ് എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ ഷോർട്സ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. കുറേ നാളുകളായിട്ട് ഞാൻ ഷോർട്സാണ് അപ്ലോഡ് ചെയ്യുന്നത്, ലോങ് വീഡിയോസ് അങ്ങനെ ഇടാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുതൽ ഇപ്പോൾ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ എന്താ പറയുക, കൂടുതലും ഷോർട്സ് കണ്ട് സബ്സ്ക്രൈബ്, കാരണം ഞാൻ ലോങ് വീഡിയോ ഇടാറില്ല അതുകൊണ്ട്. അപ്പോൾ അത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഇനി ഞാൻ ലോങ് വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം കണ്ടിഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റൊക്കെ ചെയ്ത് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഞാൻ, അതായത് ഷോർട്സിൽ കൂടെ നമ്മളങ്ങനെ ഓൺ വോയിസ് ഒന്നും വരാറില്ല അധികം. പിന്നെ ഞാൻ വാട്ടൈറ്റിനിടെ ഇട്ടിട്ടുണ്ട്, അതല്ലാതെ അങ്ങനെ ഓൺ വോയിസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എന്നെക്കുറിച്ച് അറിയില്ല എന്നറിയാം. അപ്പോൾ എൻ്റെ പേര് അശ്വതി എന്നാണ്, വീട് തൃശ്ശൂരാണ്, പഠിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെ. വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്യാത്തത് വർക്ക് അറ്റ് ഹോമാണ്. അപ്പം അതല്ലാത്ത വർക്ക് ചെയ്യാത്ത ചില സമയങ്ങളിലാണ് ഞാൻ ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്കങ്ങനെ ഒരുപാട് സമയവും കിട്ടാറില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ബട്ട് ഞാൻ ലോങ് വീഡിയോസ് ഇനി ഇടാൻ ശ്രദ്ധിക്കും, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ. അപ്പം സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. പിന്നെ 1K ആയാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ ആരോടും ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. എന്നെ അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക്, അതായത് വളരെ കുറച്ച് 1-2 ഫ്രണ്ട്സിനും അതുപോലെ 1-2-3 കസിൻസിനും മാത്രമേ അറിയുള്ളൂ. പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛനമ്മ, അങ്ങനെ ഒരു 10-15 പേരേ ഉള്ളൂ എൻ്റെ സൈഡിൽ നിന്ന്. ബാക്കിയൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ കണ്ടിഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ, ആക്ച്വലി എനിക്ക് എന്ത് പറയണം, എങ്ങനെ പറയണം, അതൊന്നും എനിക്ക് ക്ലിയറായിട്ട് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ തുടക്കമായതുകൊണ്ടായിരിക്കാം ഞാൻ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. ഞാനതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തു. കാരണം നമുക്ക് പറയാൻ ടോപ്പിക്സൊക്കെ ഞാൻ കുറച്ച് ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞു തുടങ്ങിയപ്പം ഞാൻ ബ്ലാങ്കായി. നമ്മുടെ കോളേജിലൊക്കെ സെമിനാറും പ്രൊജക്റ്റൊക്കെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ലേ, ഒക്കെ പ്രിപ്പയർഡായിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷെ അവിടെ എത്തുമ്പോൾ നമുക്ക് ചിലതൊക്കെ മറന്നു പോവാം. ആ സംഭവം എനിക്കുണ്ടായി. അപ്പം ഞാനതൊന്ന് പോസ്റ്റ് ചെയ്തതാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു യൂട്യൂബ് ജേണി പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ കുറച്ച് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്സ് തന്നെ ഇതുപോലെ തന്നെയായിരുന്നു. ഇപ്പം മുമ്പത്തെ പോലെ തന്നെ കുറച്ച് ഷോർട്സ് തന്നെയായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ലോങ് വീഡിയോസും ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കിട്ടിയൊരു സബ്സ്ക്രൈബേഴ്സ് ഒരു 500 സബ്സ്ക്രൈബേഴ്സ് വരെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്ന ജോലി വേണ്ടാന്ന് വെച്ചിട്ട് നാട്ടിൽ വന്നിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ആ സമയത്താണ് ഞാൻ ചാനൽ തുടങ്ങുന്നതും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു എനിക്ക് വേറൊരു ജോലി കിട്ടിയിട്ട് ഞാൻ എറണാകുളം പോകുന്നത്. അപ്പോൾ
അവിടെ പോയപ്പോൾ ഹോസ്റ്റലിലാണ്, പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, ഇപ്പോഴും നൈറ്റ് ഷിഫ്റ്റ് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ എനിക്കങ്ങനെ വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 6-7 മാസത്തോളം ഈ പറഞ്ഞ പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ തിരിച്ച് വർക്ക് അറ്റ് ഹോം കിട്ടി വീട്ടിലേക്ക് വന്ന് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും ചാനൽ ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെത്ര എങ്ങനെ വീഡിയോസ് ഇട്ടാലും വ്യൂസ് പോകത്തില്ല. ഒരു 2 വ്യൂ, 3 പേര്, 4 പേര് അങ്ങനെ അതിൽ സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു. അത് കുറേ നാളത്തോളം ഉണ്ടായിരുന്നു. 2 ആഴ്ചത്തോളം ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്താലും അതൊന്നും വ്യൂ പോകത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ചാനൽ ഡെഡായതാന്ന്. പിന്നെ അങ്ങനെ കണ്ടിന്യൂസ്ലി അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ഒരു വീഡിയോ കുറച്ച് വ്യൂ പോയി, ഒരു 1K 2K സംതിങ് അങ്ങനെ പോയതിന് ശേഷമാണ് പിന്നെ ഒരു ഇത്ര ലെവൽ ഓഫ് വ്യൂവേഴ്സ് നമുക്ക് കിട്ടുന്നത്. അതിന് മുമ്പ് വരേക്കും ചാനൽ ഡെഡായിരിക്കുമായിരുന്നു. അപ്പം ആ സമയത്ത്, അത് കഴിഞ്ഞ കൊല്ലം ജൂലൈ തൊട്ടിട്ട് ഇക്കൊല്ലം ജനുവരി ഫെബ്രുവരി വരേക്കും ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 500 സംതിങ് ഉണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സ്. അതിൽ കുറച്ച് പേരൊക്കെ അൺസബ്സ്ക്രൈബ് അടിച്ച് പോയി. അവർ കുറ്റം പറഞ്ഞിട്ടും പറ്റില്ല, നമ്മൾ വീഡിയോസ് ഇടുന്നില്ല. അങ്ങനെ പിന്നെ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം ആണ് പിന്നെ ഞാൻ ഇപ്പോൾ വീണ്ടും ചാനലൊന്ന് സെറ്റാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് ആ സമയത്ത്, അതായത് കഴിഞ്ഞ വിഷുവിൻ്റെ, ഇപ്പോൾ കഴിഞ്ഞതല്ല, 2024 വിഷുവിൻ്റെ സമയത്ത് എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാനൊരു ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനത് ഇതിൻ്റെ ഒപ്പം കൂടി ആഡ് ആക്കാം. അത് നിങ്ങളൊന്ന് കണ്ടോക്ക് കേട്ടോ. ഹലോ, ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വിഷുവിൻ്റെ അന്ന് എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം ഇന്ന് ഈ വിഷുവിൻ്റെ സമയത്ത് വന്നിട്ട് നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സായി. 100 സബ്സ്ക്രൈബേഴ്സ് ആവാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യമാണ്. കാരണം ഞാൻ അങ്ങനെ ആരെയും അവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഉണ്ട് എൻ്റെ അമ്മ, അങ്ങനെ 2 കസിൻസ്, 2 ഫ്രണ്ട്സ്, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള 2 ഫ്രണ്ട്സും പിന്നെ അതുപോലെ കസിൻസും ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണ്. അപ്പോൾ എങ്ങനെയായാലും എന്തൊക്കെയായാലും 100 സബ്സ്ക്രൈബേഴ്സ് ആയേക്കാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറയാനുണ്ട്. പിന്നെന്താ പറയുക, ഫെബ്രുവരി 1-നാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. ഏപ്രിൽ 10-ാം തീയതിയോ 11-ാം തീയതി അങ്ങോട്ടാണ്, 11-ാം തീയതി ആണ് എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും. ഞാൻ ആരോടും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്നില്ല, ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇനി കാണുന്നവർ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ അങ്ങോട്ട് ലോങ് വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടനാണുള്ളത്. നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി, കുഴപ്പമില്ലാതെ പോകുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ മഴക്കാലമാണ്, അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോസായിട്ട്, ഷോർട്സും ലോങ് വീഡിയോസും ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.